ഹലോ മക്കളെ, അതുൽ സാറാണ് ഇൻട്രോയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിന്റെ റിവിഷനും അതേപോലെ എക്സാം റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ ഫോർത്ത് ചാപ്റ്റർ, ബിഹൈൻഡ് മൂവ്മെന്റ്സ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് വിവിധ തരം ഓർഗാനിസംസ്, ജീവികളുടെ അവരുപയോഗിക്കുന്ന ചലനത്തിന് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇവർക്ക് മീൻസ് ഓഫ് മോഷന് വേണ്ടി അവരെന്തൊക്കെ ഉപാധികളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക പാരമീസിയം. നമ്മുടെ ഒരു മൈക്രോ ഓർഗാനിസം ആണ് പാരമീസിയം. ആ പാരമീസിയം അവരുടെ നാരുകൾ പോലുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേരാണ് സീലിയ. സീലിയ ഉപയോഗിച്ചിട്ടാണ് പാരമീസിയം മൂവ് ചെയ്യുന്നത്. യുഗ്ലീന ആണെങ്കിൽ അവർക്ക് ഒരൊറ്റ ഫ്ലജല്ല കാണാൻ പറ്റും, ലോങ് ആയിട്ടുള്ള ഫ്ലജല്ല കൊണ്ട്. ഫിഷ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ടെയിലും ഫിന്നും, അവരുടെ ചിറകുകളും വാലൊക്കെ വെച്ചിട്ട്. ഫ്രോഗ് ആണെങ്കിൽ അവരുടെ കൈകാലുകൾ, ഫോർ ലംസ്, ഹൈൻഡ് ലംസ്. വെയിലിന് അവരുടെ ഫ്ലിപ്പേഴ്സ്, ചിറക് പോലുള്ള ഫ്ലിപ്പേഴ്സ്. ബേർഡ്സിന് അവരുടെ വിങ്സ്. അപ്പൊ ഇതും ഇതേപോലെ ടെക്സ്റ്റ് പറയുന്ന എല്ലാ ഓർഗാനിസംസും അവരുടെ യൂസ് ചെയ്യുന്ന മീൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബോഡി പാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ബിഹൈൻഡ് മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നത്, ചലനത്തെ കുറിച്ച്. അപ്പൊ ചലനത്തിന് അല്ലെങ്കിൽ മൂവ്മെന്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ മസിൽസ്. അപ്പൊ ഈ മസിലുകൾക്കുള്ളിൽ നമുക്ക് രണ്ട് പ്രോട്ടീൻ കാണാൻ പറ്റും, രണ്ട് പ്രോട്ടീൻ ഫിലമെന്റ്സ് കാണാൻ പറ്റും. ഈ പ്രോട്ടീൻ ഫിലമെന്റ്സിന്റെ മൂവ്മെന്റ് കാരണമാണ് നമുക്ക് ബോഡിയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചലിക്കാൻ പറ്റുന്നത് ഈ പ്രോട്ടീൻ ഫിലമെന്റ്സ് കാരണമാണ്. അപ്പൊ അവരുടെ പേര് പഠിച്ചു വെക്കുക, ആക്ടിനും മയോസിനും. രണ്ട് പ്രോട്ടീൻ തന്തുക്കൾ കാരണമാണ് നമുക്ക് മൂവ്മെന്റ്, ചലനം സാധ്യമാക്കുന്നത്. അതാണ് ആക്ടിനും മയോസിനും. ഈ പിക്ചർ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നിട്ട് ആക്ടിനും മയോസിനും മാർക്ക് ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് പഠിച്ചു വെക്കുക. അതിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന ആളാണ് ആക്ടിൻ. ആക്ടിൻ എപ്പോഴും തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. ആ ആക്ടിൻ തിൻ എന്ന് പഠിച്ചു വെക്കുക നിങ്ങൾ. അപ്പൊ ആക്ടിൻ എന്താ, കട്ടി കുറഞ്ഞ ആളാണ് ആക്ടിൻ. മയോസിനോ, കട്ടി കൂടിയ ആള്. അങ്ങനെ പഠിച്ചു വെക്കാം. അപ്പൊ ഈ പിക്ചർ വന്നിട്ട് ആക്ടിനും മയോസിനും അടയാളപ്പെടുത്താനും ഇവരുടെ ഫംഗ്ഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ഫംഗ്ഷൻ ആണ് അവർ ബോഡി മൂവ്മെന്റിന് കോൺട്രാക്ഷൻ, മസിൽസിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാം ചോദിക്കുന്നതാണ്. നമ്മുടെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ്, ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസും അവരുടെ ഡിഫറൻസും എഴുതാൻ പറയും. 3 തരം മസിലുകള്, അവരുടെ പേശികള്, അവരുടെ ധർമ്മം എന്താണെങ്കിൽ അവരുടെ വ്യത്യാസങ്ങൾ എഴുതാൻ പറയും നമ്മുടെ അടുത്ത്. 3 തരം നമുക്കറിയാം. സ്കെലിറ്റൽ മസിൽ, പേശീകലകള്, സ്മൂത്ത് മസിൽ, മൃദുല പേശികള്, അതേപോലെ കാർഡിയാക് മസിൽ, ഹൃദയ പേശികൾ. അപ്പൊ ഇവ 3 പേരും നിങ്ങൾ ജസ്റ്റ് വരയ്ക്കാനും പഠിക്കുക. വരയ്ക്കാൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും വരയ്ക്കാനും പഠിക്കുക നിങ്ങൾ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇവരുടെ ഡിഫറൻസുകൾ പഠിക്കുക. ഇവരുടെ എന്താണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ. ഇപ്പൊ സ്കെലിറ്റൽ മസിൽ ആണെങ്കിൽ അവരെന്താ, അസ്ഥികളോട്, ബോൺസിനോട് ചേർന്ന് കാണപ്പെടുന്നത്. അവര് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും, വോളണ്ടറി മൂവ്മെന്റിന്. നമ്മുടെ ഇഷ്ടാനുസാരം നമുക്ക് ഐച്ഛിക ചലനം, ഇഷ്ടാനുസാരം നമുക്ക് അവരെ ചലിപ്പിക്കാൻ പറ്റും. അവരിലെന്താ കുറുവരകൾ അല്ലെങ്കിൽ എന്താ സ്ട്രയേഷൻസ് കാണുന്നുണ്ട്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ഒരുപാട് മർമ്മം നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ അല്ലെ? ഇനി സ്മൂത്ത് മസിൽ, മൃദുല പേശികൾ. അതെന്താ, അവരുടെ കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. എന്താ, അവരിൽ സ്ട്രയേഷൻസ്, കുറുവരകൾ കാണുന്നില്ല. അവരുടെ ഷേപ്പ് ഒരു സ്പിൻഡിൽ ആകൃതിയാണ്. അവർ അനൈച്ഛിക ചലനം, അവര് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കാൻ പറ്റില്ല. കാരണം അവർ സ്മൂത്ത് മസിൽസ്, അവര് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന സ്മൂത്ത് മസിൽസ് ആണ്. ഇനി കാർഡിയാക് മസിൽ, നമ്മുടെ ഹൃദയത്തിൽ കാണുന്നതാണ് കാർഡിയാക് മസിൽ. അത് കുറച്ച് സ്ട്രൈറ്റഡ് ആണ്. എന്താ, സ്ട്രൈറ്റഡ് ആണ്, ബ്രാഞ്ചസ് കാണുന്നുണ്ട്. അതേപോലെ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്, നമുക്ക് അനൈച്ഛിക ചലനമാണ്. നമുക്ക് എന്താ, ഹൃദയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കും ഈ ഒരു ചാപ്റ്ററിൽ. പിന്നീട് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം പഠിക്കുന്നുണ്ട്. ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം പഠിക്കുക. ഇത് 2 തരം. ഹ്യൂമൻ സ്കെലിറ്റൽ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം, ആക്സിയലും അപ്പൻഡിക്കുലാറും. അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. അതേപോലെ ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന നമ്മുടെ ഓരോ ബോൺസിന്റെ എണ്ണം പഠിക്കാം. ആക്സിയൽ സ്കെലിറ്റണിൽ വരുന്ന ഇപ്പൊ തലയോടില്, സ്കള്ളില് 29 ഉണ്ട്. നമ്മുടെ മാറെല്ല്, സ്റ്റേണത്തിൽ 1 എല്ലുണ്ട്. റിബ്സില് എത്രയാ, 20. യെസ്, റിബ്സിൽ നമുക്ക് 24 ഉണ്ട്. വെർട്ടിബ്രൽ കോളത്തിൽ 26. അതേപോലെ പെക്ടൽ ഗ്രിഡില് 4,
പെൽവിക് ഗ്രിഡിൽ 6, ഫോർ ലിംബ് ഹൈൻഡ് ലിംബ് 60-60. ഓക്കെ, ഇത് പഠിച്ചു വെക്കാൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ഇത് ഫ്ലോ ചാർട്ട് ആയി എഴുതാൻ പറയും. ഞാൻ കൊടുത്തിട്ട് ആ എണ്ണോ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും, എഴുതാൻ പറയും നമ്മുടെ അടുത്ത്. പഠിച്ചു വെക്കുക. ഹ്യൂമൻ സ്കെലിറ്റൺ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാ? നമ്മുടെ ആക്സിയൽ സ്കെലിറ്റണും അപ്പൻഡിക്കുലർ സ്കെലിറ്റണും. നമ്മുടെ ബോഡി ആക്സിസിലൂടെ കടന്നു പോകുന്ന ബോൺസ് ആണ് നമ്മുടെ ആക്സിയൽ സ്കെലിറ്റൺ വരുന്നത്. ആക്സിയൽ സ്കെലിറ്റൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോൺസ് ആണ് നമ്മുടെ അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ വരുന്നത്. നമ്മുടെ പെക്ടറൽ ഗ്രിഡില്, പെൽവിക് ഗ്രിഡില്, ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ്, അതാണ് നമ്മുടെ അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ, അനുബന്ധ അസ്ഥികൂടം. ഓക്കെ, ഇതും പഠിക്കാം നിങ്ങൾ. ഇനി ഈ ബോണിന്റെ സ്ട്രക്ചർ പഠിക്കാം, നമ്മുടെ അസ്ഥിയുടെ ഘടന പഠിക്കാം. ഈ ഒരു പിക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. നമുക്ക് ഈ ഒരു പിക്ചർ കൊടുത്തിട്ട് മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, പാർട്സ് മാർക്ക് ചെയ്യാൻ പറയും. അപ്പൊ ഫസ്റ്റ് തന്നെ ലിഗമെന്റ് കാണാൻ പറ്റും. ബോണിനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്. ലിഗമെന്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ മൂവ്മെന്റ്സ് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി നമുക്ക് ക്യാപ്സ്യൂള് കാണാൻ പറ്റും. ക്യാപ്സ്യൂള് ദെൻ നമുക്ക് ബോണിനെ കണക്ട് ചെയ്യുന്ന ബോൺ ടു ബോൺ കണക്ഷൻ കാർട്ടിലേജ് കാണാൻ പറ്റും. രണ്ട് ബോണുകൾക്കിടയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാർട്ടിലേജ് കാണാൻ പറ്റും. ദെൻ സൈനോവിയൽ മെംബ്രെയിനും സൈനോവിയൽ ഫ്ലൂയിഡും. സൈനോവിയൽ ഫ്ലൂയിഡ് അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാനും പ്രൊട്ടക്ഷനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ ആണ് സൈനോവിയൽ മെംബ്രെയിൻ. ഈ ഒരു പിക്ചർ പാർട്സ് മാർക്ക് ചെയ്യാനായിട്ട് വരും, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ. ദെൻ ലാസ്റ്റ് ടോപ്പിക് പ്ലാന്റ് മൂവ്മെന്റ്സ്. അനിമൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പാണ് നമുക്കറിയാലോ, ട്രോപ്പിക് മൂവ്മെന്റ്, നാസ്റ്റിക് മൂവ്മെന്റ്. നമ്മുടെ ഒരു സ്റ്റിമുലസ്, എന്തെങ്കിലും ഒരു സ്റ്റിമുലസിന്റെ ഡിറക്ഷനിൽ പ്ലാന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് ട്രോപ്പിക് മൂവ്മെന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റിന്റെ ഡിറക്ഷനിൽ പ്ലാന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ട്രോപ്പിക് മൂവ്മെന്റ്. വാട്ടറിന്റെ ഡിറക്ഷനിൽ പ്ലാന്റ് മൂവ് ചെയ്താൽ അത് ട്രോപ്പിക് മൂവ്മെന്റ്. ഇനി എന്തിന്റെങ്കിലും ഡിറക്ഷനിൽ അല്ല, ഒരു ഡിറക്ഷനും ഇല്ലാതെ സ്റ്റിമുലസിന്റെ ഡിറക്ഷനിൽ അല്ല പ്ലാന്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് നാസ്റ്റിക് മൂവ്മെന്റ്. അപ്പൊ ട്രോപ്പിക് മൂവ്മെന്റിന് 5 എക്സാമ്പിൾ ഉണ്ട്, പഠിക്കണം നിങ്ങൾ. ഫോട്ടോട്രോപ്പിസം, പ്ലാന്റ് ലൈറ്റിന്റെ ഡിറക്ഷനിൽ മൂവ് ചെയ്യുക. അപ്പൊ എവിടെയാണോ ലൈറ്റ് ഉള്ളത് ആ ഡിറക്ഷനിലേക്ക് പ്ലാന്റ് ബെൻഡ് ചെയ്യും, അതാണ് ഫോട്ടോട്രോപ്പിസം. ജിയോട്രോപ്പിസം, ഗ്രാവിറ്റിക്ക് അനുസരിച്ച് റൂട്ട് മൂവ് ചെയ്യുക. ഗ്രാവിറ്റിയുടെ ഡിറക്ഷനിൽ റൂട്ടും ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഷൂട്ടും മൂവ് ചെയ്യുക, അതാണ് ജിയോട്രോപ്പിസം. ദെൻ ഹൈഡ്രോട്രോപ്പിസം, എന്താ, വാട്ടറിന്റെ ഡിറക്ഷനിൽ റൂട്ടും വാട്ടറിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഷൂട്ടും മൂവ് ചെയ്യുന്നു. ദെൻ ഹാപ്റ്റോട്രോപ്പിസം, ടച്ചിന്റെ ഡിറക്ഷനിൽ. കീമോട്രോപ്പിസം, കെമിക്കലിന്റെ ഡിറക്ഷനിൽ. നാസ്റ്റിക് മൂവ്മെന്റ് ഒരൊറ്റ എക്സാമ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ടച്ച് മീ നോട്ട് പ്ലാന്റ്. ടച്ച് മീ നോട്ട് പ്ലാന്റിൽ നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. നമ്മൾ സ്റ്റിമുലസ് ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് എന്താ, ടച്ചിന്റെ ഒരു ഡിറക്ഷനിലല്ല മൂവ് ചെയ്യുന്നത്, ഓൾ ടോട്ടൽ ആയിട്ട് പ്ലാന്റ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഈ ടോപ്പിക്സ് ആരും സ്കിപ്പ് ചെയ്യരുത്, ഇതെന്തായാലും പഠിക്കുക, എക്സാമിന് നന്നായിട്ട് തന്നെ എഴുതുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.